ഹേ ഓൾ വെൽക്കം ടു റൈസ് അപ്പ് ഡെയിലി ആൻസർ റൈറ്റിംഗ് ക്ലബ്. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷനിലെ ക്വസ്റ്റ്യനാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ് ഹാസ് ബീൻ കണ്ടിന്യൂസ് ഓൺഗോയിങ് പ്രോസസ് സിൻസ് മിഡ് 19th century. ഡിസ്കസ് വിത്ത് എക്സാമ്പിൾ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഇവല്യൂഷൻ അനലൈസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. സോ അങ്ങനെ ഒരു അനാലിസിസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്. സോ ദ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയൊക്കെ ഇൻട്രോ കൊടുക്കാം. India's political and administrative organization evolving since 1850s reflect colonial legacies, linguistic aspiration, governance need, shaping its federal structure. ആ ഒരു നമ്മുടെ കൊളോണിയൽ ലെഗസീസ്, കോളനീസിൻ്റെ നീഡ്സ് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ഏരിയാസിലും കോളനീസിൻ്റെ ആ ഒരു കൊളനൈസേഷൻ നീഡ്, അവരുടെ റോ മെറ്റീരിയൽ നീഡ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു 1930s ശേഷമൊക്കെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്, ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ലിംഗ്വിസ്റ്റിക് ആസ്പിറേഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ദെൻ ഗവേണൻസ് നീഡ്, ഈസിനെസ് ഓഫ് അഡ്മിനിസ്ട്രേഷനും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാക്ടർ ആവുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ ഡൈനാമിക് പ്രോസസ് സിൻസ് മിഡ് 19th century ഡ്രിവൻ ബൈ ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പൊളിറ്റിക്കൽ കൺസിഡറേഷൻ. സോ ഫസ്റ്റ് നമ്മൾ എന്താണ്, മിഡ് 19th century ടിൽ ഇൻഡിപെൻഡൻസ് വരെയുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇവല്യൂഷനെ ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഏർലി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീസിനാണ് പ്രീ 1857 ഉണ്ടായിരുന്നത്. പ്രസിഡൻസീസ്, ബ്രിട്ടീഷ് എന്ത് ചെയ്തു, 3 പ്രസിഡൻസീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ദാറ്റ് ഈസ് ബംഗാൾ, മദ്രാസ്, ബോംബെ, ഓക്കെ, ആസ് ദെയർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കമേഴ്ഷ്യൽ ഹബ്ബ്. Then regulation provinces were also there. Punjab, northwestern provinces were all regulation provinces. After 1857 അവരുടെ ആ ഒരു മെത്തേഡ് ഒന്നും കൂടെ മാറി. ലൈക്ക് 1858 റിവോൾട്ട് ഓഫ് 1858 ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 abolished East India Company's rule, bringing India under British crown. Provinces were classified into British India and princely states. Then central provinces created by merging Nagpur and Saugor territories for better administration. And also there were 1937 എന്ത് പറ്റിയിട്ടുണ്ട്, ബർമ, Myanmar was separated from India, removed from British India and made separate colony due to ethnic and administrative differences. ഇങ്ങനെയാണ് പോസ്റ്റ് 1857 ശേഷം എന്ത് വന്നിട്ടുള്ളത്, ആ ഒരു ബ്രിട്ടീഷ് നമ്മുടെ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ ആ ഒരു ഇത് വന്നിട്ടുള്ളത്. ദെൻ ടെറിട്ടോറിയൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. ഇതിനൊരു മേജർ എക്സാമ്പിളായിട്ട് പറയുന്നത് പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 ആണ്. ഡിവൈഡഡ് ഈസ്റ്റ് ബംഗാൾ ആൻഡ് ആസാം, then West Bengal to weaken the nationalist movement. Even if they say that അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, it was for the administrative efficiency, but it is not the same. Like it was a process in order to weaken the nationalist pressure. After that, what British did was they shifted the capital to Delhi from Calcutta. So the Delhi province in the creation അവിടെ that led to the creation of Delhi province. Then Orissa and Bihar division separated from Bengal to improve the governance. So this process was to improve the administrative efficiency along with to weaken the nationalistic movements. Then rise of there were linguistic movements ഉണ്ടായിരുന്നു ആ ഒരു 1850s ശേഷം. ആന്ധ്ര മൂവ്മെൻറ്റ് ഫോർ തെലുഗു സ്പീക്കിംഗ് പ്രോവിൻസസ് ഫ്രം Madras Presidency. Then Samyukta Maharashtra and Mahagujarat movement in 1940s for Marathi and Gujarati speaking lead to post-independence reorganization. Then princely state integration post 1947 but planned earlier. Cabinet Mission 1946 proposed grouping of provinces and princely states into federation influencing later state boundaries. So ഇത്രയും ഒരു പ്രോസസ്സാണ് ബിഫോർ ഇൻഡിപെൻഡൻസ് നടന്നിട്ടുള്ളത്. ബിഫോർ ഇൻഡിപെൻഡൻസ് മെയിൻലി എന്താണ്, ബ്രിട്ടീഷ് ആസ്പിറേഷൻ ആയിരുന്നു അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, അതുപോലെ തന്നെ ഇൻ ഓർഡർ ടു വീക്കൻ ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ്. ദെൻ അതർ ഫാക്ടേഴ്സ് ദാറ്റ് ലിംഗ്വിസ്റ്റിക് മൂവ്മെൻറ്റ്സിനെ കൂടെ അതിൻ്റെ ഡിമാൻഡും കൂടെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനായിരുന്നു.
ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആര് വന്നു? ഫസൽ അലി കമ്മീഷൻ വന്നു. ലെഡ് ടു റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, merging princely states and redrawing boundaries based on linguistic line along with administrative efficiency, like Andhra Pradesh for Telugu speakers and Kerala for Malayalis. Then later adjustment, Bengal bifurcation from into Maharashtra and Gujarat in 1960. പിന്നെ പഞ്ചാബ് റീഓർഗനൈസേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ മേജറായിട്ടുള്ളൊരു റീഓർഗനൈസേഷൻ വന്നിട്ടുള്ളത് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ്. ദെൻ റീസെൻറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ഫോർമേഷൻ ആൻഡ് ഓൾസോ ദ തെലങ്കാന ഫോർമേഷൻ. ദെൻ റീസെൻ്റായിട്ട് ജമ്മു കാശ്മീരിന് എന്തായിട്ട് യൂണിറ്റി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഇതൊക്കെ എന്താണ്? റീസെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ അന്ന് തുടങ്ങിയിട്ട് ഇന്നും ഇതെന്താണ്? ഒരു ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ. ക്രിയേഷൻ ഓഫ് യൂണിറ്ററി ടെറിട്ടറീസ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് സ്ട്രാറ്റജിക് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ. ഗോവ, ദാമൻ ആൻഡ് ദിയു ലിബറേറ്റഡ് ഫ്രം പോർച്ചുഗീസ് റൂൾ, ഇനീഷ്യലി മെയ്ഡ് യൂട്ടി, ലേറ്റർ ഗ്രാൻഡഡ് സ്റ്റേറ്റ്ഹുഡ്. ഓക്കെ. ദെൻ പുതുച്ചേരി, ചണ്ഡീഗഡ് ഒക്കെ അങ്ങനെയാണ്, യൂട്ടിയാണ് അറ്റ് പ്രസൻറ്റ്. ദെൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആൻഡ് അസിമെട്രിക് ഫെഡറലിസം. ബംഗാളിന് ജമ്മു കാശ്മീരിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ആയിരുന്നു, ബട്ട് റീസെൻ്റ്ലി ഇറ്റ് വാസ് ചേഞ്ച് ടു എ നാഷണൽ യൂണിയൻ ടെറിട്ടറി. ഓക്കെ. ദെൻ ഒരുപാട് എമേർജിങ് ഡിമാൻഡ്സ് ഉണ്ട്. ഡൽഹി സ്റ്റേറ്റ്ഹുഡ്. ഡൽഹി നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആണ്. ഡൽഹി ഈസ് ഡിമാൻഡിങ് ഫോർ സ്റ്റേറ്റ്ഹുഡ്. സൗരാഷ്ട്ര ആൻഡ് ബുന്ദേൽഖണ്ഡ് റീജിയൻ അവരുടെ ലോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കാരണം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ലോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി ദേ ആർ ഡിമാൻഡിങ് ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ്. വിദർഭ റീജിയണും എന്തുണ്ട്? മഹാരാഷ്ട്രയിൽ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് ഉണ്ട്. ബോഡോലാൻഡ് മൂവ്മെൻറ്റ് ഡിമാൻഡ് സ്റ്റേറ്റ് ഓർ യൂട്ടി സ്റ്റാറ്റസ് ഡിസ്പാച്ച് 2020 എക്കണോമിക് പാക്ട്. ദെൻ ഖോർക്ക ലാൻഡ്. അതേപോലെ ദർ ആർ മെനി ബൗണ്ടറി ഇഷ്യൂസ് ലൈക്ക് കാസർഗോഡ്, ഇന്നലെ നമ്മൾ പറഞ്ഞു കാസർഗോഡ്, അതുപോലെ ബൽഗാവി, ഇങ്ങനെ ഒരുപാട് ബൗണ്ടറി ഇഷ്യൂസും ഉണ്ട്. സോ നമ്മുടെ ബൗണ്ടറി ഡ്രോയിങ് ഒരു ഇവോൾവിങ് പ്രോസസ്സാണ്, സ്റ്റേറ്റ്സിൻ്റെ ബൗണ്ടറി. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്. ആ ഒരു ഇവോൾവിങ് പ്രോസസ്സ് ആയതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത്. So, reorganization reflects India's federal flexibility, balancing administrative efficiency, cultural identity and regional aspiration. Future demand may continue this process. As India evolves, state reorganization continue to address regional disparities and identity politics within constitutional framework, strengthening cooperative federalism and inclusive governance. ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കൺക്ലൂഷൻ കൊടുക്കാം. അതുപോലെ തന്നെ ഇന്ത്യ സ്റ്റേറ്റ് reorganization remains dynamic and balancing regional aspiration with national unity. Future demands will test federal flexibility while ensuring equitable development and preserving cultural identity in a diverse democracy. And in a diverse democracy like India, it is very important to ensure the federal flexibility while ensuring the equitable development along with preserving culture. Okay, that's all for today. Thank you all.